ഹേ ഗൈസ്, നമുക്ക് നീലുവിന്റെ ഒരു ഹെയർ കട്ട് ഡേയിലെ വീഡിയോ കണ്ടാലോ? മുടി മുറിക്കാനാണോ? ഓക്കെ, പാപ്പ തിന്നാനാണ് നീല് പോകുന്നത്. അമ്മ എവിടെയാന്നറിയോ പോകുന്നത്? എവിടെയാ ചോദിക്ക? ഓക്കെ, അപ്പൊ നമ്മള് നീലുവിന്റെ മുടി വെട്ടാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ഹലോ ഗൈസ്, നമ്മള് റിഫ ലുലുവിലാണ് എത്തിയിട്ടുള്ളത് നീലുവിന്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നീലുവിന്റെ ഒഫീഷ്യൽ ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പൊ ഈ പുള്ളിക്കാരനാണ് കേട്ടോ എപ്പോഴും നീലുവിന്റെ മുടി വെട്ടുക. He's telling you are his doctor. Oh, okay. See, this one scissor, no? I'm not doctor. നീലു എല്ലാ തവണയും ഈ പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാല് അവന്റെ ഡോക്ടർ ആണെന്നാണ് പറയല്. വേറൊന്നല്ല, പുള്ളിക്കാരൻ ഒരു വൈറ്റ് കോട്ട് യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എൻ ആപ്രോൺ. സോ അവന്റെ വിചാരം ഡോക്ടറാണ് മുടി മുറിക്കുക എന്നൊക്കെയാണ് അവന്റെ വിചാരം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ കിഡ്സ് കിങ്ഡം സലൂൺ ബഹ്റൈൻ റിഫയിലുള്ള ലുലു മാളിൻ്റെ അകത്തുള്ള ലുലു ബിൽഡിങ്ങിനകത്താണ് ഈ ഒരു കിഡ്സ് കിങ്ഡം സലൂൺ ഉള്ളത്. സെയിം കിഡ്സ് കിങ്ഡത്തിൻ്റെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കും നിയർ ബൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു സലൂൺ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും, കാരണം ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഭയങ്കര അട്രാക്റ്റീവാണ്, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പിക്ചേഴ്സും ഇതുപോലെ കുറേ സെറ്റിങ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി ഹെയർ വെട്ടുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള സീറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ ഓരോ കാറിൻ്റെയും വെഹിക്കിൾസിൻ്റെയും പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല കുട്ടിയായി അടങ്ങിയിരിക്കുവോ മുടി വെട്ടുമ്പോ നീലു? ഇങ്ങോട്ട് നോക്കിയേ, ക്യാമറയിൽ നോക്കിട്ട് പറ. ഹാപ്പി ആണോ നീ? ഇതെന്താ അമ്മയുടെ ലിപ്സ്റ്റിക് മുഖത്ത്? നീലുവിനെ സുന്ദരനാക്കാൻ പോവാ. ഓക്കെ, മുടിയാവും അത് കളയാൻ. കൈ പുറത്തേക്ക് ഇടാ, അടുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഓടിച്ചോ, ഉള്ളിൽ കൈ ഇട്ടോ. അങ്ങനെ, യെസ്, വെരി ഗുഡ് ബോയ്. സുജിയേട്ടൻ പറഞ്ഞ ഹെയർ സ്റ്റൈലാണ് നമ്മൾ വെട്ടുന്നത്. പക്ഷെ കുറച്ച് ചേഞ്ച് രണ്ടാളും പറഞ്ഞത് മിക്സ് ചെയ്തിട്ടാണ്. സുജിയേട്ടൻ്റെ ഒരു ഹെയർ സ്റ്റൈലുണ്ട്, ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേർക്കും പറഞ്ഞ ഹെയർ സ്റ്റൈൽ വേണം. അപ്പം നമ്മൾ വിചാരിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആവിയിൽ പരുവത്തിൽ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യണം. ചൈൽഡിനും അതുപോലെ ബോയ്സിനും ഹെയർ കട്ട് ചെയ്യുന്നതുണ്ട് കേട്ടോ. ഗേൾസിന് ഗേൾ തന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, ഒരു ഗേൾ സ്റ്റൈലിസ്റ്റാണ്. ബോയ്സിന് ഈ ഒരു പുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം നമ്മളധികം പ്രിഫർ ചെയ്യുന്നത് ഈ പുള്ളിയുടെ ഹെയർ കട്ടാണ്, കാരണം ആൾ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യും. എനിക്ക് ബഹ്റൈനിൽ ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്, കിഡ്സിൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഈ പുള്ളിക്കാരനാണ്. ആൾക്ക് കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ആൾ മാനേജ് ചെയ്തിട്ടാണ് കുട്ടികളെ ഹെയർ കട്ട് ചെയ്യുന്നത്. അതാണ് ഒരു പോസിറ്റീവ്. പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കറക്റ്റ്
കറക്റ്റ് ഒരു കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് മോനുമായിട്ട് ആള് സെറ്റാണ്. അതുപോലെ മോനും ഈ ഒരു ആംബിയൻസിൽ ഓക്കെയാണ്, അവനും ഹാപ്പിയാണ്. അപ്പം ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു കരച്ചിലോ ബുദ്ധിമുട്ടോ വാശിയോ ഒന്നും അധികം ഉണ്ടാവാറില്ല. അപ്പം അവൻ സെറ്റാണ്. മുടിയാവും അത് കളയാൻ കൈ പുറത്തേക്ക് ഇടാ, അടുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഓടിച്ചോ, ഉള്ളിൽ കൈ ഇട്ടോ, അങ്ങനെ. യെസ്, വെരി ഗുഡ് ബോയ്. സുജിയേട്ടൻ പറഞ്ഞ ഹെയർ സ്റ്റൈലാണ് നമ്മൾ വെട്ടുന്നത്. പക്ഷെ അല്ല, കുറച്ച് ചേഞ്ച് രണ്ടാളും പറഞ്ഞത് മിക്സ് ചെയ്തിട്ടാണ്. സുജിയേട്ടൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, ഞാൻ പറഞ്ഞതും. രണ്ടുപേർക്കും പറഞ്ഞ ഹെയർ സ്റ്റൈൽ വേണം. അപ്പം നമ്മൾ വിചാരിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആവിയിൽ പരുവത്തിൽ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യണം. കുതിരേൻ്റെ സ്റ്റൈലാണ് ഈ ചെയർ. ഒരു വൈറ്റ് കളർ കാണുന്നതാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ ആപ്രോൺ കേട്ടോ. ഇവിടെ ലേഡീസ് കുട്ടികൾക്കും, ഐ മീൻ ഗേൾസ് ചൈൽഡിനും അതുപോലെ ബോയ്സിനും ഹെയർ കട്ട് ചെയ്യുന്നതുണ്ട് കേട്ടോ. ഗേൾസിന് ഗേൾ തന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, ഒരു ഗേൾ സ്റ്റൈലിസ്റ്റാണ്. ബോയ്സിന് ഈ ഒരു പുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ. നമ്മളധികം പ്രിഫർ ചെയ്യുന്നത് ഈ പുള്ളിയുടെ ഹെയർ കട്ടാണ്. കാരണം ആൾ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യും. എനിക്ക് മെയിൻലി ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്, കിഡ്സിൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഈ പുള്ളിക്കാരനാണ്. ആൾക്ക് കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ആൾ മാനേജ് ചെയ്തിട്ടാണ് കുട്ടികളെ ഹെയർ കട്ട് ചെയ്യുന്നത്. അതാണ് ഒരു പോസിറ്റീവ്. പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കറക്റ്റ് ഒരു കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് മോനുമായിട്ട് ആള് സെറ്റാണ്. അതുപോലെ മോനും ഈ ഒരു ആംബിയൻസിൽ ഓക്കെയാണ്, അവനും ഹാപ്പിയാണ്. അപ്പം ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു കരച്ചിലോ ബുദ്ധിമുട്ടോ വാശിയോ ഒന്നും അധികം ഉണ്ടാവാറില്ല. അപ്പം അവൻ സെറ്റാണ്. അങ്കിള് വരുന്നുണ്ട് കവർ കൊണ്ട് ഇതിനെ പൊതിയാൻ. ഗുഡ് ബോയ്. കണ്ടാ, നല്ല കുട്ടിയാണല്ലേ. ഈ കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണേ ലുലുന്ന്. അവിടെ കളിക്കാനും കൊണ്ടുപോണേ ഈ കുട്ടീനാ. കുട്ടി ആടാണ്, നല്ല കുട്ടിയാണ് നീ. പിന്നില്ലേ നീലു? ആ രാജാന്റിന്റെ ചേച്ചി വന്നപ്പോ പറഞ്ഞു നീലുവിന് ഒരു രാജാന്റിന്റെ ബാഗില് അവിടെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടില്ലേ? ആ പട്ടിക്കുട്ടീനെയും കൊടുത്തുവിടാം അമ്മേനോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു നീലു പട്ടിക്കുട്ടീനെ നന്നായി നോക്കൂ, നിശ്ചയാണ് പട്ടിക്കുട്ടീനെ, ആ പൂച്ചക്കുട്ടീനെയും കൊടുത്തുവിടോ ചോദിച്ചു. അപ്പൊ രാജാന്റിന്റെ മോള് പറഞ്ഞു എന്നാല് അമ്മ വരുമ്പോ ബാഗില് ഒരു പൂച്ചേനെയും ഒരു പട്ടീനെയും വെക്കാം. അപ്പോ അമ്മ പറഞ്ഞു ഓക്കെ, നീലുവിന് പട്ടിക്കുട്ടീനെ, അമ്മക്ക് പൂച്ചക്കുട്ടീനെ. അപ്പോ അപ്പൊ അമ്മ പറഞ്ഞു എന്നാല് അമ്മക്ക് പട്ടിക്കുട്ടീനെയും നീലുവിന് പൂച്ചക്കുട്ടീനെയും മതിന്ന്. അപ്പൊ രാജാനിന്റെ മോള് പറഞ്ഞു ഓക്കെ ചേച്ചി, എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ രശ്ന ആന്റി കൊടുത്തുവിടാം. അപ്പോ എന്താണ് പാപ്പ തിന്നാൻ എന്താ കൊടുക്കുക ചോദിച്ചു പൂച്ചക്കുട്ടിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടില് നമ്മള് കഴിഞ്ഞു നമ്മള് ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ. നീലു നമ്മള് ചിക്കൻ ഉണ്ടാക്കി മുറിയും. ക്ഷമ നശിച്ചപ്പം കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതൊന്നും കേൾക്കാത്ത നീലുവിന് ദേഷ്യം വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നീലും ബോറിംഗ് ഒക്കെ ആയി തുടങ്ങിട്ടോ. പിന്നെ അവന് ഭയങ്കര സങ്കടമായി തുടങ്ങി. നല്ല പുറത്തത്തെ ഗെയിംസ് ഒക്കെ കണ്ടിട്ട് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ കൺട്രോൾ കിട്ടുന്ന കരച്ചിലായിട്ടാണ്. ഞാൻ
അങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു കരച്ചില്. അറിയാറില്ല, പക്ഷെ ഇന്നെന്തോ ആൾക്ക് നല്ല സങ്കടമാണ്. കഴിഞ്ഞു. ആ ഇനി തുടക്കണം. തുടച്ചവാടും പോവാട്ടാ, തുടച്ചവാടും പോവാ. അങ്കിളിപ്പൊ തുടക്കും, എന്നിട്ട് പോവാട്ടാ. ലാസ്റ്റ് എന്തിനാ സങ്കടം വന്നേ കുട്ടിക്ക്? അതാ അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്താ മതി. കഴിഞ്ഞു. നമ്മളിപ്പൊ പോവല്ലോ. പിന്നെ നമുക്ക് അറിഞ്ഞ് കാറ് വാങ്ങിയാ മതിയോ നീലിന്? ആ പാർക്ക് പിന്നെന്താ? അവിടെ പോവാ. അവിടെ അച്ഛാ കാർഡ് എടുത്തിട്ടുണ്ടോ? അവിടെ പോവാൻ എടുത്തിട്ടുണ്ടോ? പോക്കറ്റിലുണ്ടാ? ആ വണ്ടി കയറാം. അമ്മേനെയും കേട്ടണേ ആ വണ്ടിയില്. യെല്ലോയാ? ഓക്കെ. അമ്മക്ക് ബ്ലൂവും അച്ഛന് ഓക്കെ. ഓക്കെ പിങ്ക്. ഇങ്ങോട്ട് നോക്ക്. അന്ന വേഗം മുറിച്ച് വേഗം മുറിക്കുക. ഫാസ്റ്റ് പറ. ഫാസ്റ്റ് വേഗം മുറിക്കുന്നുണ്ട് കേട്ടാ. വേഗം മുറിക്കണേ ചേട്ടാ. നമുക്ക് വണ്ടി ഓടിക്കാൻ പോകേണ്ടതാണ്. നീലുവിനും അച്ഛക്കും അമ്മക്കും വണ്ടി ഓടിക്കാൻ പോണം അവിടെ. നേരെ ഇരിക്ക നീലു. ഇങ്ങോട്ട് നോക്ക്. മുറിക്കട്ടെ അങ്കിള്. താഴോട്ട് അങ്കിളിന്റെ മോള് ഇങ്ങോട്ട് നോക്ക്. അമ്മേനെ നോക്ക്. അമ്മ ഫോട്ടോ എടുക്കുന്ന നോക്ക്. കുഞ്ഞിക്കണ്ണൻ. നല്ല കുട്ടിയാണ് ഇത്. ഈ കുട്ടീന്റെ മൂക്ക് കണ്ടോ? ക്യാമറയിൽ നോക്ക് രണ്ടാളും. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് രണ്ടാളെയും. ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്മ. കണ്ടോ നീലു ചിരിച്ചു നിൽക്കുന്നുണ്ടോ ഗൈസ്? ഇതാണ് നീലു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കാർ ഓടിക്കാൻ വേണ്ടിട്ട്. നീലുവിന്റെ മുടി മുറിക്കാൻ വന്നതാണേ നമ്മള്. അപ്പൊ നീലു പറഞ്ഞു അപ്പുറത്തെ പാർക്കിൽ പോണെന്ന്. അപ്പൊ നമ്മ പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി നിക്കാണ് നീലുനാ. അപ്പൊ നീലു പറഞ്ഞു പാർക്കിൽ പോണ്ടാന്ന്. ക്യാമറയിൽ നോക്കിട്ട് പറ പാർക്കിൽ പോണ്ട. പിന്നെ എവിടെയാ പോണ്ടേ? അപ്പൊ നീലു പറഞ്ഞു അവിടെ പോണം. അമ്മൂമ്മ വണ്ടി ഓടിക്കുന്നുണ്ട്. അമ്മൂമ്മക്ക് അമ്മ അടി കൊടുക്കും. നമ്മളെ വണ്ടിയാണത്, ആരും എടുക്കല്ലേ. പിന്നെ അങ്കിള് പറയും എന്നാ നിങ്ങൾ പോണ്ട, ഇവൻ മുറിക്കാൻ വിടുന്നില്ല. അവനവിടെ ഒറ്റക്ക് നിർത്താൻ. അത് അടിച്ചു കളയട്ടെ. പൊടിയെല്ലാം കളി നീലുവിന്റെ അവിടെ പിടിച്ചു നിൽക്കും. കണ്ണടക്ക് മുഖത്തില്ലെങ്കിൽ അങ്കിള് കളയും. ഈ കണ്ണടക്ക് കണ്ണടക്ക് തുടക്കണം അതെല്ലാം. ചക്കരക്കാവിലെ ചക്കരമായി കച്ചി നീലുന് കല്യാണം. മാറിൽ മരതകപ്പുമാല മിന്നുന്ന പുഞ്ചില ഇതല്ല കുറച്ച് ഹെയർ കളയട്ടില്ലെങ്കിൽ അതിൽ കേറ്റൂല, വണ്ടി കേറ്റൂല പറഞ്ഞേ. इसका इधर भैया हेयर है फेस में.
കണ്ണടക്ക് മുഖത്തുണ്ട്. ആ അങ്ങോട്ട് നോക്ക്. നീലുവിനെ കാണിച്ച് കണ്ണാടിയില് എങ്ങനെയുണ്ട് നീലു? Wait. എങ്ങനെയുണ്ട് മുടി മുറിച്ചത്? ആ ഓക്കെ അല്ലേ? നീല എങ്ങനെയുണ്ട് മുടി മുറിച്ചത്? നിങ്ങളോട് പറ, നീ പറ, നന്നായിട്ടുണ്ട് പറ. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു വളരെ കഷ്ടപ്പെട്ട് നല്ല മൽപ്പിടുത്തത്തോടെ ലാസ്റ്റൊക്കെ ആയപ്പോൾ സങ്കടത്തോടെയൊക്കെയാണ് മുടി മുറിച്ച് തുടങ്ങിയത്. എന്നാലും നീലിപ്പോ ഹാപ്പിയായി. അവന്റെ മുടി മുറിക്കൽ കഴിഞ്ഞു. അടുത്തത് അവനെ കൊണ്ടുപോകുന്നത് പാർക്കിലേക്കാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താ പരിപാടി? അപ്പോൾ അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നീലു എപ്പോഴും പോകുന്ന അവൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കിഡ്സ് വേൾഡ് പാർക്കിലേക്ക് പോയി കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുത്തി കളിപ്പിച്ചു. അതിനുശേഷം പിന്നെ പുറത്തോട്ടിറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പല കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടും ആള് പുറത്തോട്ടിറങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെ എടുത്ത് വാരി തൂക്കി അങ്ങോട്ട് ഓടുമായിരുന്നു.